നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024. ആമിയ ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. PV അൻവറിന്റെ വെളിപ്പെടുത്തലിലൂടെ സസ്പെൻഡ് ചെയ്ത മുൻ മലപ്പുറം SP സുജിത് ദാസിൽ മാത്രം നടപടികൾ ഒതുങ്ങരുതെന്ന് താനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി. PV അൻവറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ പശ്ചാത്തലത്തിൽ മുൻ മലപ്പുറം SP സുജിത് ദാസിനെ പ്രതി ചേർക്കണമെന്നും ഹാരിസ് ജിഫ്രി ആവശ്യപ്പെട്ടു. തൻ്റെ അനുജൻ കൊല്ലപ്പെട്ടതു മുതൽ SP അടക്കമുള്ളവർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടിട്ടും സംരക്ഷിച്ചു പോന്നിരുന്ന വേളയിലാണ് PV അൻവറിലൂടെ തല്ലിയതിലൂടെയാണ് മരിച്ചതെന്ന വെളിപ്പെടുത്തൽ സുജിത് ദാസ് നടത്തിയത്. ലോക്കപ്പിൽ കുഴഞ്ഞു വീണതായിരുന്നുവെന്ന വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. അമിതമായി മദ്യപിച്ച് ഡാൻസ് ഓഫ് അംഗങ്ങൾ താമർ ജഫ്രിയെ ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയിരുന്നുവെന്ന് വെളിവായിട്ടും കള്ളക്കഥകൾ പ്രചരിക്കപ്പെട്ടതിന് പിന്നിൽ ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ SP ആണെന്നതിന് പിന്നിൽ തെളിഞ്ഞിരിക്കുകയാണെന്നും ഹാരിസ് ജിഫ്രി പറഞ്ഞു. മാത്രമല്ല, താനൂർ DYSP, ASP, CI എന്നിവരെ അടക്കം സസ്പെൻഡ് ചെയ്ത് കേസിൽ പ്രതി ചേർക്കാൻ തയ്യാറാകണമെന്നും ഹാരിസ് ജിഫ്രി ആവശ്യപ്പെട്ടു. കേസ് അന്വേഷിക്കുന്ന CBI സംഘം പുതിയ വെളിപ്പെടുത്തൽ പുറത്തുവിട്ട MLA PV അൻവറിന്റെ മൊഴി തെളിവായി എടുക്കണം. തുടക്കം മുതൽ തന്നെ സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ സംശയം ജനിപ്പിച്ചിരുന്നു. ഡാൻസ് ഓഫ് സംഘത്തിനെ മാത്രം പ്രതി ചേർത്ത് ഉന്നതരെ രക്ഷിക്കുവാനുള്ള നീക്കം നടക്കുന്നതായി നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് PV അൻവറിന്റെ ഫോൺ സംഭാഷണ വെളിപ്പെടുത്തലിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നും ഹാരിസ് പറഞ്ഞു. വൈകിയാണെങ്കിലും പോലീസിലെ ക്രിമിനലായ സുജിത് ദാസിനെതിരെയുള്ള നടപടി സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.